ഈ സ്ഥലം കാണുമ്പോൾ തന്നെ പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും തലശ്ശേരിയിൽ വളരെ പഴക്കം ചെന്നൊരു ഹോട്ടലാണ്. പഴക്കം ചെന്ന് വെച്ചാൽ വളരെ കാലം മുമ്പേ ഉള്ളൊരു ഹോട്ടലാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ പണി കഴിഞ്ഞിട്ട് വന്ന സ്ത്രീകളായാലും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും അങ്ങനെ പല ആൾക്കാർ, വയസ്സുള്ള ആൾക്കാർ, അല്ല സ്ത്രീകൾ മാത്രമായിട്ട് അവരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഉച്ചക്ക് ചോറാണ് മെയിനായിട്ട്. പിന്നെ ഇവിടുന്ന് വൃത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പോയാലും അവിടുന്ന് കണ്ടതാണ്, ഇവർ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് ഒക്കെ എന്ന് വെച്ചാൽ ആദ്യം ഒരു സോപ്പ് ഇട്ട വെള്ളത്തിൽ, അവിടെ സോപ്പ് പതിപ്പിച്ച വെള്ളമുണ്ട്, അതിൽ കഴുകിയിട്ട് പിന്നെ വെള്ളം വേറൊരു ബേസിൽ കഴുകിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അവർ ആ വെള്ളം ഇടക്ക് മാറ്റുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചില ഹോട്ടലിൽ സോപ്പ് ഇട്ടിട്ടൊന്നും കഴിയുന്നില്ല, ജസ്റ്റ് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുന്ന. ചില ഹോട്ടലിൽ ചൂടുവെള്ളത്തിലൊക്കെ കഴുകുന്ന കാണുന്നുണ്ട്. ഇവിടെ നല്ല സോപ്പ് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് പിന്നെ വേറെ വെള്ളത്തിലിട്ട് ഇട്ടിട്ടാണ് കഴുകുന്നത്. അതൊക്കെ എനിക്കൊരു നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വൈകുന്നേരം പോയത്, വൈകുന്നേരം ഇവിടെ ചായൻ്റെ കടികൾ മീൻസ് ഇതേപോലെയുള്ള പൂരി, പത്തല്, പിന്നെ മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇത് മട്ടൻ കറിയാണ് കേട്ടോ. മട്ടൻ കറി ഒരു പ്ലേറ്റിന് വരുന്നത് 140 രൂപയാണ്. ഒരു പീസാണ് ഉണ്ടാവുക. പിന്നെ പത്തലും പൂരിയൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു ചൂട്, എന്തായാലും ഇവർ രാവിലെ ആക്കി വെച്ച സാധനമല്ല, അതെന്തായാലും അറിയാം. കാരണം ഉച്ചക്ക് നല്ല ചോറിൻ്റെ മാത്രം ഇവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവർ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അന്ന് എനിക്ക് കിട്ടിയ മട്ടൺ എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിരുന്നു, മൂത്ത ആടാണെന്ന് തോന്നുന്നു. ചിലപ്പം മേ ബി അന്നത്തെ ദിവസത്തെ ആയിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇതേപോലെ ആൾക്കാരൊക്കെ ഒന്ന് സെപ്പറേറ്റ് ഓരോ ആൾക്കാരായിട്ട് മാത്രം വരുന്ന വയസ്സായ ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് കാണുന്നുണ്ട് വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഇത് ചായൻ്റെ മെയിൻ സ്പോട്ടാണ്. ഇങ്ങനെ ഒരു നൊസ്റ്റാൾജി ഇതായിട്ടുള്ള അധികം റേറ്റ് ഒന്നുമില്ല. പൂരിക്കൊക്കെ 14 രൂപയാണ് വരുന്നത്. മോഡേൺ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി പഴയ സ്റ്റാൻഡ് റോഡിലാണ്.